പാലക്കാട് അട്ടപ്പാടിയിലെ കർഷകൻ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്ത്. ഭൂമിക്ക് തണ്ടപ്പേര് ലഭിക്കാത്തതിനെ തുടർന്ന് 2025 ഒക്ടോബറിലായിരുന്നു കൃഷ്ണസ്വാമി ആത്മഹത്യ ചെയ്തത്. കൃഷ്ണസ്വാമി ഭൂമി വിറ്റിട്ടില്ലെന്നും റവന്യൂ ഉദ്യോഗസ്ഥരും ആധാര എഴുത്തുകാരും ചേർന്ന് രേഖകളിൽ കൃത്രിമം കാണിച്ചെന്നും ഉടമസ്ഥ അവകാശം മാറ്റിയെന്നും കണ്ടെത്തിയിരിക്കുകയാണ്. അരുൺ ആലത്തൂർ വിവരങ്ങളുമായി ചേരുകയാണ്. അരുൺ, ഈ ഉത്തരഭാരതത്തിൽ ഏതെങ്കിലുമൊക്കെ സംസ്ഥാനങ്ങളിൽ കർഷക ആത്മഹത്യ നടക്കുന്ന ഘട്ടത്തിൽ കേരളത്തിൽ ഇരുന്നു കൊണ്ട് വലിയ വിമർശനം നടത്തുന്ന ഇവിടുത്തെ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും ഒക്കെ നേതാക്കളാണ്. ഈ കൊച്ചു കേരളത്തിൽ കർഷക ആത്മഹത്യ കൂടിക്കൂടി വരുന്നു. ഇപ്പോഴിതാ മറ്റൊരു കർഷകന്റെ ആത്മഹത്യയിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് റവന്യൂ ഉദ്യോഗസ്ഥരൊക്കെ തന്നെയാണ്. പറയൂ. ഗൗതം, കഴിഞ്ഞ ഒക്ടോബർ, അതായത് 2025 ഒക്ടോബർ മാസത്തിലാണ് പാലക്കാട് അട്ടപ്പാടി കാവുണ്ടിക്കലിലെ കർഷകനായ കൃഷ്ണസ്വാമി തന്റെ കൃഷിയിടത്തിൽ ആത്മഹത്യ ചെയ്തത്. ഈ സംഭവത്തിൽ ഇപ്പോൾ റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. അതിൽ കൃഷ്ണസ്വാമി ആർക്കും ഭൂമി വിറ്റിട്ടില്ലെന്നാണ് കണ്ടെത്തലുണ്ടായിരിക്കുന്നത്. ഭൂമിയുടെ കൈമാറ്റം നടന്നപ്പോൾ റവന്യൂ രേഖകളിൽ പഴയ ഉടമയുടെ പേര് മാറ്റി പുതിയ ഉടമയുടെ പേര് ചേർത്തെന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതേ സ്വഭാവത്തിലുള്ള മറ്റ് കേസുകൾ ഉണ്ടോ എന്ന് കണ്ടെത്തി അവ അടിയന്തരമായി അന്വേഷിക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലൈസൻസ് ഉള്ള ആധാരം എഴുത്തുകാരൻ, അതുപോലെ സബ് രജിസ്ട്രാർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ, ചില വില്ലേജ് ജീവനക്കാർ എന്നിവർ കൃത്രിമം കാണിച്ചു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും കൃഷ്ണസ്വാമിയുടെ രേഖകളിൽ തിരിമറി നടത്തിയ വില്ലേജ് ഓഫീസർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും അട്ടപ്പാടി താലൂക്കിലെ എല്ലാ വില്ലേജുകളിലെയും റീസർവേയിൽ നൽകിയ രേഖകൾ വീണ്ടും പരിശോധിക്കണമെന്നും ഇതിൽ ആവശ്യപ്പെടുന്നുണ്ട്. ഭൂ സർവേ വിജ്ഞാപനം പ്രസിദ്ധീകരിക്കുന്നതിന് മുൻപ് സർക്കാർ അനുമതി നിർബന്ധമാക്കണമെന്നും രേഖകൾ പരിശോധിക്കുന്നതിനായി പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു എന്നുള്ളതാണ്. ഏതായാലും ഒരു കർഷകന്റെ ജീവൻ നഷ്ടമായി. അന്ന് വലിയ പ്രതിഷേധങ്ങളായിരുന്നു BJP ഉൾപ്പെടെ രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ഭാഗത്തു നിന്ന് അട്ടപ്പാടിയിൽ ഉണ്ടായത്. അതിൽ കൃഷ്ണസ്വാമി നിരപരാധിയാണ് എന്നും ഇത്തരത്തിൽ കൃത്രിമം കാണിച്ച് അതിൽ മനംനൊന്താണ്, അതായത് സ്വന്തം ഭൂമി മറ്റൊരാളുടേതാണെന്ന് ഉൾപ്പെടെ പറയുമ്പോൾ അതിൽ മനംനൊന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് തണ്ടപ്പേർ അടയ്ക്കുന്നതിന് തണ്ടപ്പേർ ഉൾപ്പെടെ ലഭിക്കുന്നില്ല, നികുതി എടുക്കാൻ കഴിയാത്ത സ്ഥിതി. അത്തരത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ കയറി ഇറങ്ങിയിട്ടും അതിലൊന്നും ഒരു ഫലവും ഉണ്ടാവാത്ത സാഹചര്യത്തിലായിരുന്നു അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് അന്ന് തന്നെ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ബന്ധുക്കൾ ഉൾപ്പെടെ ആരോപണം ഉന്നയിച്ചതാണ്. ഏതായാലും ഇപ്പോൾ ഈ റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു എസ് നായരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിലും ഈ കർഷകന് അനുകൂലവും അതേസമയം തന്നെ റവന്യൂ വകുപ്പ് അധികൃതരെയും അതുപോലെ ആധാരം എഴുത്തുകാരെയൊക്കെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലാണ് അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ ഉണ്ടായിരിക്കുന്നത്. ഓക്കെ അരുൺ, എന്തായാലും പാലക്കാട് കർഷകൻ ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് ഇപ്പോൾ റവന്യൂ ഉദ്യോഗസ്ഥരുടെയും മറ്റും അനാവശ്യമായ ഇടപെടൽ, ചില തെറ്റിദ്ധരിപ്പിക്കലുകളാണ് ഈ ആത്മഹത്യയിലേക്ക് ഈ കർഷകനെ നയിച്ചത് എന്നാണ് ഈ റിപ്പോർട്ടിനകത്ത് വ്യക്തമാക്കുന്നത്. അരുൺ ആലത്തൂരാണ് വിവരങ്ങളുമായി ചേർത്ത്. ഒരു ഇടവേള എടുത്ത ശേഷം മറ്റു വാർത്തകൾ നോക്കാം.